ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രസന്നിധി. എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്ക് അടുത്ത് രാമമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് രാമമംഗലം പെരും തൃക്കോവിൽ. കോലഞ്ചേരിയിൽ നിന്ന് തമ്മാനിമറ്റം വഴി 7 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാലും എറണാകുളത്ത് നിന്ന് പൂത്തൃക്ക വഴി കിഴക്കോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാലും രാമമംഗലത്തെ ഈ പെരുന്തൃക്കോവിലിൽ എത്തിച്ചേരാം. നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ പെരുന്തൃക്കോവിൽ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏകദേശം 800 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് ചേരമാൻ പെരുമാളാണ്. ഇരുനില വട്ട ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന ബാലനരസിംഹമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം പ്രഹ്ലാദന് മുമ്പിൽ ശാന്തസ്വരൂപനായി അനുഗ്രഹിച്ചു നിൽക്കുന്ന നരസിംഹഭാവമാണ് ബാലനരസിംഹമൂർത്തി. അതുകൂടാതെ ഈ ശ്രീകോവിലിൻ്റെ ഓവുചാലിന് താഴെ ഉപപ്രതിഷ്ഠയായി വടക്കോട്ട് ദർശനമായി ഉണ്ണിഭൂതത്തിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഉപപ്രതിഷ്ഠയാണെങ്കിലും പ്രധാന പ്രതിഷ്ഠയായ ബാലനരസിംഹമൂർത്തിക്ക് ഒപ്പം തന്നെ തുല്യ പ്രാധാന്യമാണ് ഈ ഉണ്ണിഭൂതത്തിനും കൽപ്പിച്ചു വരുന്നത്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ശാസ്താവ്, ഭദ്രകാളി, രക്ഷസ്, സ്വാമിയാർ, ദുർഗയായ കൂവളത്തിൻമൂട്ടിൽ ഭഗവതി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പെരും തൃക്കോവിലുകൾ അപൂർവമാണ്. തച്ചുശാസ്ത്ര വിധിപ്രകാരം ശ്രീകോവിൽ അടക്കമുള്ള ക്ഷേത്രഗാത്രത്തിൻ്റെ വലിപ്പവും മറ്റ് പ്രത്യേകതകളുമാണ് തൃക്കോവിലിനെ പെരുന്തൃക്കോവിലാക്കി മാറ്റുന്നത്. കൂറ്റൻ ചുറ്റുമതിലുകൾ, ഗാംഭീര്യമാർന്ന ആനപ്പന്തലുകൾ, വിളക്കുമാടം, വലിയ ബലിക്കൽപുര, കൂത്തമ്പലത്തോടുകൂടിയ വലിയ അമ്പലം, ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ മുഖമണ്ഡപം, ഇരുനില വട്ട ശ്രീകോവിൽ, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ അറപ്പുര എന്ന ദേവസ്വം കൊട്ടാരം, വടക്ക് ഭാഗത്തുള്ള ഊട്ടുപുര, ഒരിക്കലും പറ്റാത്ത കൊക്കരണി എന്ന ക്ഷേത്രക്കിണർ, ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ 2 കൊടിമരങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ഏറ്റവും ചെറിയ കൊടിമരവും ഉള്ള ക്ഷേത്രമാണ് രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്രം. നരസിംഹമൂർത്തി ശ്രീകോവിലിന് മുന്നിലുള്ള വലിയ കൊടിമരത്തിന് 28.25 കോൽ, അതായത് 20.70 മീറ്റർ ഉയരവും, ഉണ്ണിഭൂതത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ചെറിയ കൊടിമരത്തിന് 6.25 കോൽ, അതായത് 4.15 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്രത്തിന് ഈ 2 കൊടിമരങ്ങളും ഇവിടെ വരുവാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ആരാണ് ഈ ഉണ്ണിഭൂതം? ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക്. ക്ഷേത്രസന്നിധി. പണ്ട് കാലത്ത് രാമമംഗലം പെരും തൃക്കോവിൽ ക്ഷേത്രത്തിലെ നരസിംഹമൂർത്തിയുടെ കലശവും പ്രതിഷ്ഠയും നടക്കുന്ന സമയത്ത് ഈ നാട്ടിലെ രാജാവായ ചേരമാൻ പെരുമാൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാജാവായതിനാലും താന്ത്രിക പൂജകൾ പഠിച്ച ആളായതിനാലും തങ്ങളോടൊപ്പം നാമജപത്തിലും മന്ത്രോച്ചാരണത്തിലും പങ്കെടുക്കണമെന്ന് ബ്രാഹ്മണരായ തന്ത്രിമാർ രാജാവിനോട് അഭ്യർത്ഥിച്ചു. അക്കാലത്ത് ജാതി വിവേചനവും ഐത്തവും നിലനിൽക്കുന്ന കാലമായിരുന്നു. ചേരമാൻ പെരുമാൾ ക്ഷത്രിയനായതുകൊണ്ട് മറ്റു ബ്രാഹ്മണരോടൊപ്പം വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ബ്രാഹ്മണർ പ്രധാന പ്രതിഷ്ഠയിൽ നിന്നും ദർഭപ്പുല്ല് നീളത്തിൽ കെട്ടിയുണ്ടാക്കി ശ്രീകോവിലിൻ്റെ ഓവുചാൽ വഴി അദ്ദേഹത്തിന് ദർഭപ്പുല്ല് പിടിച്ച് ജപിക്കുവാനായി നൽകി. ചേരമാൻ പെരുമാൾ ശ്രീകോവിലിന് പുറത്ത് ഓവുചാലിന് സമീപം ഇരുന്ന് ദർഭപ്പുല്ലിൽ പിടിച്ച് ജപിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നി. അദ്ദേഹം സാവധാനം ദർഭപ്പുല്ല് ഓവുചാലിൽ നിന്നും വലിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ സംശയം ശരിയായിരുന്നു. ആ ദർഭപ്പുല്ലിൽ ബ്രാഹ്മണർ സ്പർശിക്കുകയോ പ്രതിഷ്ഠയുമായി ബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന്
അദ്ദേഹത്തിന് മനസ്സിലായി. ബ്രാഹ്മണർക്ക് തന്നോടുള്ള അയിത്തം മനസ്സിലാക്കിയ ചേരമാൻ പെരുമാൾ തൻ്റെ ജപശക്തി മുഴുവൻ ആ ഓവ് താങ്ങിയിൽ സമർപ്പിച്ചു. വലിയ ശിവഭക്തനും താന്ത്രിക വിധികളും പൂജകളും അറിയാവുന്ന ചേരമാൻ പെരുമാളിൻ്റെ കർമ്മഫലം ഓവുതാങ്ങിയ കല്ലിൽ ശിവഭൂതമായി പുനർജനിച്ചു. അങ്ങനെ ഓവുതാങ്ങിയായ ശിവഭൂതത്തിന് വലിയൊരു ശക്തി ലഭിക്കുകയും ശിവഭൂതം ഉണ്ണിഭൂതമായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര സന്നിധി ക്ഷിപ്രപ്രസാദിയായ കുട്ടിത്തമുള്ള ഒരു ശിവഭൂതമായിട്ടാണ് ഉണ്ണിഭൂതത്തെ ഇവിടെ ആരാധിച്ചു വരുന്നത്. കുട്ടികളുടെ ദേവനായിട്ടാണ് ഉണ്ണിഭൂതത്തെ കണക്കാക്കുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന സംസാരശേഷിക്കുറവ്, വിക്ക്, ചുറുചുറുക്കില്ലായ്മ എന്നുവേണ്ട സർവ്വരോഗ ദുരിതങ്ങളും അകറ്റുന്ന ദേവനാണ് ഉണ്ണിഭൂതം. ഉണ്ണിഭൂതത്തിന് തേങ്ങ തൂളിക്കൽ വഴിപാട് ഇവിടെ നടത്തി വരുന്നു. അതായത് തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നു. ഈ എറിഞ്ഞുടയ്ക്കുന്ന തേങ്ങ ഭക്തർക്ക് പെറുക്കിയെടുക്കാവുന്നതാണ്. തേങ്ങ പെറുക്കാൻ കുട്ടികളോടൊപ്പം ഉണ്ണിഭൂതവും കൂടെ ഉണ്ടാകും എന്നാണ് സങ്കല്പം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ തേങ്ങ തൂളിക്കൽ വഴിപാട് ഇവിടെ നടത്തുന്നത്. രാമമംഗലവാസ ശ്രീ നരസിംഹ മഹാപ്രഭോ ലക്ഷ്മീപ്രിയ മഹാഭാഗോ സാഷ്ടാംഗം പ്രണമാമ്യഹം. ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി നരസിംഹമാണ്. ശാന്തഭാവത്തിലുള്ള നരസിംഹം. പിന്നീട് ഉപദേവന്മാരായിട്ട് ഉണ്ണിഭൂതവും കൂവളത്തിൻമൂട്ടിൽ ഭഗവതിയും, അങ്ങനെ രണ്ടുപേരും കൂടിയുണ്ട്. കൂടാതെ ശാസ്താവ്, ദുർഗ, ഭദ്രകാളി, രക്ഷസ്, സ്വാമിയർ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദന് അനുഗ്രഹം കൊടുത്തുകൊണ്ട് വാത്സല്യനിധിയായിട്ടിരിക്കുന്ന ശാന്തഭാവത്തിലുള്ള നരസിംഹമാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. പാൽപായസം, സഹസ്രനാമാർച്ചന, അഷ്ടോത്തരാർച്ചന തുടങ്ങിയവയാണ് നരസിംഹത്തിന് പ്രധാനമായും കഴിക്കുന്ന വഴിപാടുകൾ. ഉദ്ദിഷ്ടകാര്യസിദ്ധി, ജോലി തടസ്സം അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ വഴിപാട് കഴിക്കുന്നത്. പിന്നെയുള്ള തുല്യസ്ഥാനം കൽപ്പിക്കുന്ന ഒരു മൂർത്തിയാണ് ഉണ്ണിഭൂതം. ശൈവാംശമായിട്ടുള്ള ഒരു മൂർത്തിയാണ്. ഒരു ബാലൻ്റെ സ്വഭാവ പ്രകൃതമുള്ള ഒരു മൂർത്തിയാണ് ഉണ്ണിഭൂതം. കുട്ടികളെ വളരെയധികം പ്രിയമുള്ള ഒരു മൂർത്തിയാണ്. നമ്മൾ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ മഞ്ചാടിക്കുരു, കുന്നിക്കുരു സമർപ്പണം ഇവിടെയുമുണ്ട്. മണി നടക്കിൽ വയ്ക്കൽ, നാളികേരം തൂളിക്കൽ മുതലായവയാണ് പ്രധാന വഴിപാടുകൾ. പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കാൻ പുറകോട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നാവും നാരായവും എന്ന് പറഞ്ഞ ഒരു വഴിപാട് നമ്മൾ സമർപ്പിക്കും. നാളികേരം തൂളിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. നാളികേരപ്രിയനാണ് ഉണ്ണിഭൂതം. നമ്മൾ ഉത്സവകാലത്ത് വിഷുവിളക്കിൻ്റെ സമയത്ത് ഉണ്ണിഭൂതത്തിനായിട്ട് പ്രത്യേകം ചരിത്രപ്രസിദ്ധമായ നാളികേരം തൂളിക്കൽ ഇവിടെ നടത്തി വരുന്നുണ്ട്. പിന്നെ ജോലി തടസ്സം, വിവാഹ തടസ്സം മുതലായവയ്ക്ക് പരിഹാരമായിട്ട് ഭക്തജനങ്ങൾ നാളികേരം തൂളിക്കുവാൻ സമർപ്പിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന മറ്റൊരു വഴിപാടാണ് ഉണ്ണിയൂട്ട്. സന്താനലബ്ധിക്ക് വേണ്ടി ഭക്തജനങ്ങൾ ഉണ്ണിഭൂതത്തിന് നൽകുന്ന ഒരു വഴിപാടാണ് ഉണ്ണിയൂട്ട്. അതിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ക്ഷേത്രത്തിൽ നിവേദിച്ച നേദ്യം, പായസം മുതലായവ ഒരു സദ്യ പോലെ നമ്മളിവിടെ ഉണ്ണിഭൂതത്തിൻ്റെ നടയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് കഴിച്ചതിന് ശേഷം സംതൃപ്തി അടഞ്ഞ കുട്ടികൾ ആ വഴിപാടുകാരെ അനുഗ്രഹിച്ച് അവർക്കൊരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവതയാണ് കൂവളത്തിൻമൂട്ടിൽ ഭഗവതി. ദുർഗയാണ് പ്രതിഷ്ഠ. ദുർഗയ്ക്ക് പ്രധാനമായിട്ടും കഴിക്കുന്നത് അത്താഴപൂജ എന്ന വഴിപാടാണ്. ക്ഷേത്രത്തിലെ മെയിൻ ദേവന് നിവേദിച്ചതിന് ശേഷം കൂവളത്തിൻമൂട്ടിൽ ഭഗവതിക്ക് മേൽശാന്തി ഒരു പട നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന വയ്യായകൾ, ബുദ്ധിമുട്ടുകൾ, പനി മുതലായ അസുഖങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് അത്താഴപൂജ. രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ സമയക്രമം കാലത്ത് 5 മണി മുതൽ 10 മണി വരെയാണ്. വൈകിട്ട് 5:30 തുറക്കും, 7:30 വരെയാണ്. വിശേഷ ദിവസങ്ങളിൽ 10:30 വരെയും ആണ് നട തുറന്നിരിക്കുന്ന സമയം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാകുന്നു. പിന്നെ എല്ലാ മാസത്തിലെ തിരുവോണ നാളുകൾ ദേവന് പ്രധാനപ്പെട്ടതാണ്. राममंगलम पेरंत कोविल नरसिंह क्षेत्रम भगवान और दूसरे अदर इधर में उन्नीबोधम भगवान, यहाँ पर जो है नित्य जो है बहुत अच्छे दर्शन होते हैं। इनके दर्शन करने से हमारे जन्म जन्मांतर के पाप नष्ट हो जाते हैं। जैसे हम एक स्त्रोत आया है, इसमें हमारी ज्योतिर्लिंग कितनी है? 12 ज्योतिर्लिंग हैं।
तो वो ज्योतिर्लिंग का दोनों स्मरण करते हैं, 12 ज्योतिर्लिंग का स्मरण हम नित्य करते हैं, हमारे 7 जन्म के पाप नष्ट हो जाते हैं। तो इसका मैं स्मरण करूंगा 12 ज्योतिर्लिंग का कि सौराष्ट्रे सोमनाथम च श्रीशल्ये मल्लिकार्जुनम उज्जैन्या महाकालम ओंकारम ममलेश्वरम परल्यां वैद्यनाथं च डाकिन्यां भीमशङ्करं सेतुबन्धे तु रामेशं नागेशं दारुकावने वाराणस्यां तु विश्वेशं त्र्यम्बकं गौतमी तटे हिमालये तु केदारं घुष्मेशं च शिवालये एतानि ज्योतिर्लिङ्गानि सायं प्रातः पठेन्नर सप्तजन्मकृतं पापं स्मरेण विनश्यति स्मरेण विनश्यति। क्षेत्र सन्निधि പണ്ട് കാലത്ത് 28 ദിവസത്തെ ഉത്സവമായിരുന്നു ഈ പെരുന്തിരുക്കോവിൽ ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത്. ആ ഉത്സവ സമയങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ വലിയ ഊട്ടുപുരയിൽ ഇന്നാട്ടിലെ എല്ലാവർക്കും എല്ലാ ദിവസവും സദ്യ നൽകിയിരുന്നു. ആ വലിയ ഊട്ടുപുര അതേ പഴമയോടെ ക്ഷേത്രത്തിന് വടക്ക് വശത്ത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അക്കാലത്ത് കൊടി കയറുന്നതിന് കൊടിമരമായി ഉപയോഗിച്ചിരുന്നത് നീളമുള്ള കവുങ്ങിൻ തടിയാണ്. ഉത്സവം അവസാനിക്കുമ്പോഴേക്കും ഈ കവുങ്ങിൻ തടികൾ ജീർണാവസ്ഥയിലാകുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഉത്സവ ഭാരവാഹികൾ തേക്കിൻ്റെ കൊടിമരം നിർമ്മിക്കുവാൻ പദ്ധതിയിട്ടു. എന്നാൽ നീളമുള്ളതും ലക്ഷണമൊത്തതുമായ തേക്കിൻ തടി കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. വേഴപ്പറമ്പൻ പരമേശ്വരൻ തന്ത്രിയുടെ നിർദ്ദേശാനുസരണവും കണക്ക് പ്രകാരവും കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കൊടിമരത്തിൻ്റെ പണി ആരംഭിച്ചു. കൊടിമരത്തിൻ്റെ കോൺക്രീറ്റ് ഉറപ്പിച്ചപ്പോൾ പല ഭാഗങ്ങളിലും വിള്ളലുകളും പൊത്തുകളും കാണപ്പെട്ടു. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അവ ശരിയായില്ല. കൊടിമരത്തിൻ്റെ അളവും മേൽനോട്ടവും നിർവഹിച്ച വേഴപ്പറമ്പൻ പരമേശ്വരൻ നമ്പൂതിരി ആകെ പ്രതിസന്ധിയിലായി. അന്നേ ദിവസം രാത്രി കിടന്നുറങ്ങിയ വേഴപ്പറമ്പൻ നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ ഒരു കുട്ടി വന്ന് എനിക്കും വേണം എന്ന് പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. തൻ്റെ സ്വപ്നത്തിൽ വന്ന ആ കൊച്ചുകുട്ടി ഉണ്ണിഭൂതമാണെന്ന് മനസ്സിലാക്കിയ വേഴപ്പറമ്പൻ നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി വലിയ കൊടിമരത്തിൻ്റെ പണി നിർത്തിവെക്കുകയും അതേ മാതൃകയിൽ തന്നെ ഉണ്ണിഭൂതത്തിന് ചെറിയൊരു കൊടിമരത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ചെറിയ കൊടിമരത്തിൻ്റെ പണി പൂർത്തിയായി. അതിനുശേഷം വലിയ കൊടിമരത്തിൻ്റെ പണി യാതൊരു തടസ്സവുമില്ലാതെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും കുട്ടിക്കുറുമ്പനാണ് നമ്മുടെ ഈ ഉണ്ണിഭൂതം. ഉണ്ണിഭൂതത്തിൻ്റെ ഈ കുട്ടിക്കുറുമ്പ് കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ഏറ്റവും ചെറിയ കൊടിമരവും ഈ ക്ഷേത്രത്തിൽ നിലയുറപ്പിച്ചു. രാമമംഗലം പെരുന്തിരുക്കോവിൽ ക്ഷേത്രത്തിലെ കുട്ടിക്കുറുമ്പനായ ഈ ഉണ്ണിഭൂതത്തിൻ്റെ തിരുനടയിലെത്തി തേങ്ങ സമർപ്പിച്ച് തൂളിച്ചാൽ നിങ്ങളെ ഉണ്ണിഭൂതം ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് തീർച്ചയാണ്.
ഹസ്ബൻഡ് ഇവിടെ ട്രസ്റ്റിലെ ഒരു അംഗമാണ്. അദ്ദേഹം ഉത്സവത്തിന് എല്ലാ വർഷവും അനൗൺസ്മെൻറ്റ് അദ്ദേഹത്തിനാണ്. ഓരോ ദിവസത്തെ പരിപാടികളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും ഒക്കെ അനൗൺസ് ചെയ്യണ അദ്ദേഹമാണ്. ഒരു വർഷം ഇങ്ങനെ ഒരു ഓഗസ്റ്റ് 10 ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് അദ്ദേഹത്തിന് കുറേ ഇഞ്ചുറീസ് ഉണ്ടായി. അതിൻ്റെ കൂടെ 2 കാലിനും അതുപോലെ തന്നെ നെറ്റിയുടെ ഇവിടെ ഒരു മുറിവ്, നാവിൽ 12 സ്റ്റിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടായി, സംസാരിച്ച തിരിയാത്ത അവസ്ഥയായിരുന്നു. എനിക്കും സത്യം പറഞ്ഞ വിഷമമായിരുന്നു. ഉണ്ണിഭൂതത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും വിളിച്ച് അനൗൺസ് ചെയ്യുന്ന ആ വ്യക്തിക്ക് നാവിന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പം സങ്കടമായിരുന്നു. ഞാനിവിടെ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എന്നുവെച്ചാൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിവിടെ പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ഓരോരുത്തരും വന്ന് അദ്ദേഹത്തെ കാണും, ഇവിടെ ഓരോ വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഒരു 9 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നത്. ശരിക്കും ഇവരെ രണ്ടുപേരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് കഴിക്കുകയും പ്രാർത്ഥിക്കുകയും നാട്ടിലുള്ളവരൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഉത്സവം ആയപ്പോഴത്തേനും അദ്ദേഹത്തിന് 2 കാല് കുത്തി ഇവിടെ വന്നിരിക്കാനും ഇവിടെ വീണ്ടും ആ അനൗൺസ്മെൻറ്റിന് ആൾ പ്രാപ്തനാവുകയും ചെയ്തു. അത് എത്ര പറഞ്ഞാലും എനിക്ക് ഉണ്ണിഭൂതത്തോടുള്ള ആ ഒരു നന്ദി പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്ക് കടപ്പാടാണ് ഞങ്ങൾ രണ്ടുപേരും. എല്ലാ കാര്യത്തിനും ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യത്തിനും ഞങ്ങളതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം, രണ്ടുപേരുടെ ഒപ്പം ഞങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കാണാണ്ട് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു നാളികേരം അവിടെ ഒഴിഞ്ഞിട്ട് എടുത്ത് വെക്കും. ഭഗവാനെ ഇത് എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരുമോ, ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല എവിടെ വെച്ചെന്ന്. അപ്പം അതൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അനുഭവമല്ല, എപ്പോഴാണെങ്കിലും അതെ, നമ്മളിങ്ങനെ കാണാണ്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് കിട്ടണേ. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ. കുട്ടികൾക്ക് വയ്യായ വന്നാലും ഒക്കെ നാളികേരം കൊണ്ടൊന്ന് തുളിക്കലാണ് ഇവിടെ പ്രധാനം ഉണ്ണിഭോഗത്തിന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളിവിടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും കളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഉണ്ണിബോധം ഉണ്ടാവുമെന്നാണ് കാരണന്മാരൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ആരും കളിക്കാൻ ഇവിടെ ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അതിലൊരു ഉണ്ണിബോധം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ കാരണന്മാരുടെ കാലത്ത് ഞങ്ങൾ ഈ അമ്പലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത്. പടിഞ്ഞാറ് നടക്കിലാണ്, കണിശാമ്പറ്റത്ത് മനാന്ന് പറയും. ഞങ്ങളാദ്യം എൻ്റെ കുടുംബം, എൻ്റെ പൂർവ്വ തലമുറ ആൾക്കാർ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറി ഏഴക്കനാട് എന്നൊരു സ്ഥലത്താണ്. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല, ആൺകുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒന്നും പേടിക്കണ്ട, നേരെ പടിഞ്ഞാറ് വശത്ത് വന്ന് താമസിച്ചോളൂ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, സന്താന സൗഭാഗ്യമെല്ലാം അവിടെ ഭഗവാൻ തരും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഈ പടിഞ്ഞാറ് നടക്കൽ വന്ന് താമസിക്കുകയും അതിനുശേഷം സന്താന സൗഭാഗ്യം കൊണ്ടായി. ഇപ്പം ഞാൻ ഇപ്പം ഡിഗ്രി PG കഴിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് PSC ആണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ വിശ്വാസം ഉണ്ണിഭൂതാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയതെന്നുള്ളതാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ ജനിച്ച കാലം മുതൽ എല്ലാ ദിവസവും വരുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഗുണങ്ങളുടെയും അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളുടെയും ഒരാധാരം ഈ ക്ഷേത്രം തന്നെയാണ്. ഇവിടെ ഉണ്ണിഭൂതം എന്നൊരു പ്രതിഷ്ഠയുണ്ട്. ഉണ്ണിഭൂതം എന്ന് പറയുന്നത് കുട്ടികളുടെ ഈശ്വരനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ കളിക്കാൻ വരാറുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിച്ച ഉണ്ണിഭൂതം ഞങ്ങളോട് തർക്കിക്കാൻ വരാറുണ്ട്. നിങ്ങൾ അങ്ങനെ കള്ളപ്പറക്ക് പറക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുട്ടികളായിട്ടുള്ളൊരു അനുഭവമുണ്ട്. പിന്നെ ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ ഈ വിക്ക് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. എന്നാലും മുൻപൊക്കെ കുട്ടികളിൽ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് വിക്കുണ്ടാവാറുണ്ട്. വിക്കുള്ള ആളുകൾ വളരെ ദൂരദിക്കുകളിരുന്നു. നമ്മൾ വളരെ കൃത്യമായ അനുഭവങ്ങളുണ്ട്. വന്ന് ഇവിടെ ഉണ്ണിഭൂതാനെ തൊഴുത് നമസ്കരിച്ച് ഏത്തമിട്ട് നാളികേരം വഴിപാടും കഴിച്ച് പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ അവരുടെ വിക്ക് മാറിയതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ വിക്ക് മാറിയ ഒരു വലിയ ഒരാൾ ഇവിടെ അടുത്ത കാലത്തോടെ വന്നിരുന്നു. അദ്ദേഹം 4-ാം വയസ്സിൽ വിക്കോട് കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടും തൊഴിച്ച് അന്ന് അദ്ദേഹം ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങളൊക്കെ പോകാറുണ്ട്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ വന്നിരുന്നു. ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് ഭക്തരുണ്ട്. പിന്നെ കുട്ടികളില്ലാത്തവർ ഇവിടെ ഒരു വർഷം വരികയും തിരുവോണം നാളിൽ ഇവിടെ വഴിപാട് നടത്തുകയും ചെയ്താൽ അവർക്ക് കുട്ടികളുണ്ടാകുന്നു എന്ന അനുഭവവും ധാരാളം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ചെരമാ പെരുമാളിൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും കൂടുതൽ പ്രശസ്തി ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മദേശം എന്നുള്ള ഒരു ഇതിൽ കൂടിയാണ്. ഈ ക്ഷേത്രത്തിലെ കൊട്ടിപ്പാട്ട് സേവക്കാരനായിരുന്നു. അതായത് ഇവിടെ പഠിച്ച് വളർന്ന ആളായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ. അദ്ദേഹം ഇവിടെ നിത്യനിദാനത്തിന് ഈ പൂജ കൊട്ടാനും ഒക്കെ വന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്ര കടവുണ്ട്. ആ കടവിൽ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുക. അന്ന് കുടുമയൊക്കെ ഉള്ള കാലമാണ്. കുടുമ തലമുടി ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ താളിയിടും.
താളി പതച്ച് കയ്യിൽ നോക്കുന്ന സമയത്ത് നരസിംഹമൂർത്തിയെ ഈ താളിയിൽ കണ്ടു എന്നാണ് പറയുക. അതിനുശേഷമാണ് അദ്ദേഹത്തിന് 6 കാലങ്ങളിൽ പാടാനുള്ള ഒരു സിദ്ധി കൈവന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെട്ട് സ്വാതിരുന്നാളിൻ്റെ ആസ്ഥാന ഗായകനാവുകയും അതിനുശേഷം അവിടെ നിന്നും പോയി ത്യാഗരാജസ്വാമികളുടെ സന്നിധിയിൽ എത്തുകയും അദ്ദേഹം എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനമൊക്കെ പാടി സംബന്ധിച്ചൊക്കെ ചരിത്രങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഈ പ്രശസ്തി എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാർക്കെല്ലാം ഉണ്ണിഭോഗമാണ്. ഉണ്ണിഭോഗം എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠയുണ്ട് ഓവുതാങ്ങി. ഓവുതാങ്ങിയിൽ ചേരമാൻ പെരുമാൾ അദ്ദേഹം തന്ത്രിയായിരുന്ന അദ്ദേഹം ആവാഹിച്ചു പോയ ശക്തി ആവാഹിച്ചു പോയ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം നാട്ടുകാർക്ക് മൊത്തം ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പം മഴ ഒക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് നാളികേരം തൂളിക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു 10 നാളികേരം അല്ലെങ്കിൽ 25 നാളികേരം എന്നൊക്കെ തൂളിക്കാം എന്ന് പറഞ്ഞാൽ മഴ മാറി നിൽക്കും. കുട പിടിച്ച പോലെ ഈ രാമമംഗലത്ത് മാത്രം മഴ മാറി നിൽക്കാറുണ്ട്. ഞങ്ങൾക്ക് അത് വളരെ അനുഭവമുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തീരെ നടക്കാൻ ഓടി നടക്കുന്ന ഒരു പ്രായം. ആ സമയത്ത് തന്നെ പനി വന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞു പോകണ്ട, ഉത്സവമാണ് ഇവിടെ ഏപ്രിൽ 15, 16, 17 അല്ല 14, 15, 16 ഉത്സവം നടക്കുക, പോകണ്ട കാരണം പനിയാണ്, പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ഞാൻ 10 പൈസ ഇട്ടേക്കാം ഉണ്ണിഭോഗത്തിന്, എനിക്ക് പനി മാറി കിട്ടണമെന്ന്. പക്ഷേ ആ നേർന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പനി പോയി. ഞാൻ ഉത്സവത്തിന് കൂടി. ഭക്തരുടെ ആഗ്രഹമനുസരിച്ച് ഭക്തരുടെ ആവശ്യപ്രകാരം അർഹിക്കുന്നതായ കാര്യങ്ങളെല്ലാം ഈ നേടിക്കൊടുക്കുന്ന ഒരു മൂർത്തിയാണ് നമ്മുടെ ഈ രാമമംഗലം പെരുന്തൃക്കോവിലെ ഈശ്വരന്മാർ. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ജീവിക്കാനായതും ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രസാദം വാങ്ങി ഭഗവാനെ ആരാധിച്ചു കൊണ്ട് നടക്കുന്നതിലും ഇടയായതിൽ എനിക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഇന്നും കരുതുന്നു. ഞാൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. അപ്പം ക്ഷേത്രപുരാണം എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. അതിനകത്തു നിന്ന് പല ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഈ ക്ഷേത്രപുരാണത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി. രാമമംഗലം പെരുന്തൃക്കോവിലിൽ വരണം, ദർശനം നടത്തണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു മകനും ഭാര്യയും കുട്ടികളും ഉണ്ട്. ബാലരൂപത്തിലുള്ള നരസിംഹമാണ് ഇവിടെ രാമമംഗലത്തെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ദർശനം നടത്തണം എന്നുള്ള താല്പര്യം കൊണ്ട് വന്നതാണ്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ മൂലഭാഗത്തുള്ള കുവളത്തുമൂട്ടിൽ ഭഗവതിക്ക് ഭക്തർ അത്താഴ പൂജ പ്രധാന വഴിപാടായി സമർപ്പിച്ചു വരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മുതലുകളും മോഷണ മുതലുകളും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഭഗവതിക്ക് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ജന്മനക്ഷത്ര പൂജ. നിങ്ങളുടെ ജന്മമാസത്തിലെ ജന്മനക്ഷത്ര ദിവസത്തിലാണ് ജന്മനക്ഷത്ര പൂജ നടത്തി വരുന്നത്. നിങ്ങളുടെ ദീർഘായുസ്സിനും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സർവ്വരോഗ ദുരിത ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനുമാണ് ഈ ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര പൂജ നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉണ്ണിഭൂതത്തിൻ്റെ തിരുനടയിൽ നടത്തി വരുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് ഉണ്ണിയൂട്ട്. സന്താന ലബ്ധിക്കായിട്ടാണ് ഈ ഉണ്ണിയൂട്ട് ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ണിയൂട്ട് നടത്തുകയും ഇവിടെ ആ വഴിപാട് നടത്തി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു സന്ദേശം കിട്ടി, ഞാനിങ്ങനെ ഇതാ പ്രഗ്നൻ്റാണ് എന്നുള്ള വിവരം കിട്ടി. അവർ ഇവിടെ വന്ന് 101 നാളികേരം ഭഗവാന് തൂളിച്ചിട്ട് പോയി. അങ്ങനെ അനവധി ആളുകൾക്ക് ഈ ഉണ്ണിയൂട്ട് ഇവിടെ നടത്തുന്നത് കാരണം അനുഭവങ്ങളുണ്ടായി ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ഇവിടെ ഞാൻ വന്ന് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പോകുന്നത് കാരണം എൻ്റെ മകന് കുട്ടികളുണ്ടാവാണ്ടിരുന്ന് 5 വർഷം ഞാൻ ഇവിടെ ഈ അമ്പലത്തിലിരുന്ന് സഹസ്രനാമം ചൊല്ലിയും ഭജന ചൊല്ലിയും കൗണ്ടറിൽ സഹായിച്ചും ഞാൻ അങ്ങനെ നിരവധി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി മനോദുഃഖം കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനൊരു കുട്ടിയുണ്ടായി. അത് ഞാൻ എൻ്റെ ഭഗവാന്റെ നടക്കെ ഞാൻ സമർപ്പിച്ച് അങ്ങനെയാണ് കൊണ്ടുപോയത്. അതുപോലെ നിരവധി ഓരോ കാര്യങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. രാമമംഗലം പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ശിവേരി നടത്തുന്നുണ്ട്. അത് കൂടാതെ അതിന് ചില ഒന്നാമത്തെ പ്രദേശം അകത്ത് കൊട്ടുന്ന രീതിക്കും പുറത്ത് കൊട്ടുന്ന രീതിക്ക് ഏതാണ്ട് സമാന രൂപങ്ങളുണ്ട്. മേശാന്തി തൂകുന്നതിന് കൊട്ടുന്നതിന് ഒരേ രീതി തന്നെയാണ് കൊട്ടുന്നത്. അത് മാതൃക്കൽ വരുമ്പോൾ മാത്രമേ വ്യത്യാസം ത്രിവിളത്താളത്തിലാക്കുള്ളൂ. മറ്റേത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകതാളത്തിലാവാം. രണ്ടാമത്തെ പ്രദക്ഷിണം ഉരുച്ചേണ്ട കൊട്ടുന്നത് ചെമ്പട താളത്തിലാണ്. അത് ചെമ്പട 1-2 താളത്തിൽ കൊട്ടി അവസാനിപ്പിക്കും. മൂന്നാമത്തെ പ്രദക്ഷിണം ചെണ്ടക്കൂറ് കൊട്ടുകയും അതിനുശേഷം അത് ഏകതാളത്തിൽ അവസാനിപ്പിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വാദ്യ പദ്ധതിയാണ് അതിനകത്ത് ഉള്ളത്. അത് കൂടാണ്ട് അതിന് ഒന്നാമത്തെ പ്രദക്ഷിണം വീക്കഞ്ഞണ്ടയും ചേങ്കിലയും
തിമിലയുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് ചേങ്കിലയും ഉരുട്ടിൻ്റെയും വീക്കഞ്ഞൻ്റെയും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പണ്ട് മുതലേ ഞങ്ങളുടെ മാരാമാരായിട്ടുള്ള ആചാര്യന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. രാമങ്കലം ക്ഷേത്രത്തിലെ നിത്യശിവരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദേവൻ്റെ ഒപ്പം നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുകയും ദേവനൊപ്പം പുറത്ത് സഞ്ചരിക്കാൻ സാധിക്കുകയും ദേവൻ്റെ പ്രസാദം ഏറ്റുവാങ്ങാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ നമ്മൾ ഏത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും നമ്മുടെ ഇവിടെ പ്രദക്ഷിണം വയ്ക്കുന്ന 3 പ്രദക്ഷിണമോ അല്ലെങ്കിൽ 5 പ്രദക്ഷിണമോ 7 പ്രദക്ഷിണം വെച്ചാലും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുകയും അതിലൂടെ പെരുന്തൽക്കോവിലപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ചൊരിയാൻ സാധിക്കുന്നതാകുന്നു എന്ന് പറയുകയാണ്. രാമമംഗലം പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിൽ ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഉത്സവ സമയത്ത് 2 കൊടിമരങ്ങളിലും കൊടി കയറുന്നു. ഏപ്രിൽ 8 കൊടിയേറി 17-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. രാമമംഗലം പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവം 10 ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. നരസിംഹമൂർത്തിക്കും ഉണ്ണിഭൂതത്തിനും വേറെ വേറെ കൊടി ഉയർത്തി ഈ ആഘോഷ പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു. പണ്ട് കാലത്ത് 8 ആനകൾ എഴുന്നള്ളിച്ചിരുന്ന ഉത്സവ വേദിയായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റേത്. ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 6 ആനകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ സാധിച്ചുള്ളൂ. ഭംഗിയായി ഉത്സവപ്രേമികൾക്ക് ഉത്സാഹം കൂട്ടുന്ന വിധത്തിൽ മേളക്കൊഴുപ്പോടെയാണ് ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്. അതിനുള്ള ഭാരിച്ച തുക അഭ്യുദയകാംക്ഷികളായ നാട്ടുകാരും സമീപ പ്രദേശത്തുള്ളവരുമാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഇതുവരെ ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഭംഗിയായി കൊണ്ടു നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ഉത്സവങ്ങളും പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ പെരുന്തൽക്കോവിലപ്പനും ഉണ്ണിഭൂതവും സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നേരത്തെ ഭരണം നടത്തിയിരുന്നത് 13 ഊരാഴ്മ കുടുംബങ്ങളുടെ ഭരണസമിതിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഇരിങ്ങാലക്കുട കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയാണ്. ധാരാളം രൂപ ആവശ്യം വരുന്ന ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രം അതിപുരാതനമായതുകൊണ്ട് ഇതിൻ്റെ നിർമ്മിതി മരത്തിലാണ്. ഈ മരത്തിനെ ഇപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യം വരുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഇതിലെ ഭരണസമിതിയും ട്രസ്റ്റ് അംഗങ്ങളും. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലവും ദേവൻ ഉൾപ്പെടുന്ന ശ്രീകോവിലും നമസ്കാര മണ്ഡപവും വേണ്ട രീതിയിൽ പുനരുദ്ധരിച്ച് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുവകകൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് അതിനെ പൂർവാധികം ഭംഗിയായി നിലനിർത്തുവാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ പദ്ധതി. ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇതിന് ധാരാളം സാമ്പത്തിക ആവശ്യമുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെയല്ല നമ്മളിവിടുത്തെ ഈ പ്രശസ്തി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ 5 ഭാഷകളിൽ നമ്മൾ ഇതിൻ്റെ ബ്രോഷർ അച്ചടിക്കുകയും ട്രാവൽ ഏജൻസി വഴി വിതരണം ചെയ്യുകയും അതനുസരിച്ച് ഇവിടെ അതിന് ധാരാളം ആളുകൾ ഭക്തജനങ്ങളെ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മളിവിടുന്ന് കെട്ടുനിറച്ച് കൊടുക്കാനുള്ള സൗകര്യം അതുപോലെ എല്ലാം ഇതുണ്ട്. ഇന്ന് തന്നെ കർണാടകയിൽ നിന്നാണ് വന്ന ആളുകൾ. അവരിത് നമ്മുടെ ഈ ബ്രോഷർ വായിച്ചിട്ട് ആരോ പറഞ്ഞ് അവർ വന്നതാണ്. ഒഴിവ് ദിവസങ്ങളിലും ഇവിടെ വരുന്ന, അതായത് പ്രത്യേകിച്ച് ഞായറാഴ്ചയും അതുപോലെയുള്ള ഒഴിവ് ദിവസങ്ങളിലും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ. അത് ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ തിരുവോണ നാളിൽ അഖണ്ഡ ജപവും അതോടനുബന്ധിച്ച് രാവിലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യവും തുടങ്ങിയിട്ടുണ്ട്. രാമമംഗലം പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിൽ തൻ്റെ ഉഗ്രരൂപം ത്യജിച്ച് സർവ്വസന്തുഷ്ടഭാവത്തിൽ തൻ്റെ ഭക്തജനങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നിൽക്കുന്ന നരസിംഹമൂർത്തിയുടെ അനുഗ്രഹവും കുട്ടികളുടെ മനസ്സും കുട്ടിക്കുറുമ്പുമുള്ള ക്ഷിപ്രപ്രസാദിയായ ഉണ്ണിഭൂതത്തിൻ്റെ അനുഗ്രഹവും ശാസ്താവ്, ഭദ്രകാളി, രക്ഷസ്, സാമിയാർ എന്നിവരുടെ അനുഗ്രഹവും തൻ്റെ ഭക്തരുടെ അത്താഴ പൂജയിൽ പ്രസന്നയാകുന്ന ദുർഗാഭഗവതിയായ കുവളത്തുമൂട്ടിൽ ഭഗവതിയുടെ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി